റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ലിനെ കുറിച്ച്, ഇന്ത്യയുടെ വലിയ ടോക്സിക് വർക്ക് കൾച്ചറിനെ കുറിച്ച്, ഓരോ ദിവസവും 12 മണിക്കൂർ 13 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ യുവത്വത്തെക്കുറിച്ച് സംസാരിച്ച ഇന്നലത്തെ ഒരു വീഡിയോയിൽ വന്ന പ്രതികരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് ഇന്ത്യയിൽ ആളുകൾ കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യൻ തൊഴിലാളികളെ കൊണ്ട് കൂടുതൽ സമയം വർക്ക് ചെയ്യിപ്പിക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് ഇന്ത്യയിൽ പ്രൊഡക്ടിവിറ്റി കുറവാണ് എന്നുള്ളതായിരുന്നു. ഇത് വലിയൊരു കോമഡി ആർഗ്യുമെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് എന്നാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. മൈക്രോസോഫ്റ്റിലെയും ഗൂഗിളിലെയും അങ്ങനെ മറ്റ് മിക്ക IT കമ്പനികളുടെയും തലപ്പത്ത് CEO-മാർ മുതൽ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും ഒക്കെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സാണ് എന്നാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ടിക്ടോക്കോ ഫേസ്ബുക്കോ എൻവിഡിയോ ഡീപ്സീക്കോ ഒന്നും വരാത്തത്? അതിന് ഒരു കാരണമേ ഉള്ളൂ. ഇന്ത്യയുടെ ബിസിനസ് മോഡൽ എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഈ ടോക്സിക് വർക്ക് കൾച്ചർ കൂടി ഉൾപ്പെട്ട പട്ടിപ്പണിയാണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ തൊഴിൽ നിയമം ഇളവ് ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് ഇന്ത്യ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ ദരിദ്രമായിരിക്കുന്നത് കൊണ്ടുകൂടിയാണ് അമേരിക്കയും യൂറോപ്പും ഒക്കെ സമ്പന്നമായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ സമകാലീന ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ നാഷണൽ ബൗണ്ടറികളില്ല. ആകെയുള്ളത് ചീപ്പ് ലേബറും വേജ് ഹൈറാർക്കിയും മാത്രമുള്ളൂ. ഈ ഇരപിഡിയൻ സിസ്റ്റത്തിൽ അതിൻ്റെ ടോട്ടൽ ഡൈനാമിക്സിൽ നമ്മൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എപ്പോഴും അതിന് ഒരു ഇരയെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ ഇന്ത്യയുടെ IT സിസ്റ്റത്തിൻ്റെ ബിസിനസ് മോഡൽ എന്നുള്ളത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, കറൻസി ആർബിട്രാജും വേജ് ആർബിട്രാജും. രണ്ടാമത്തത് ദി സ്കെയിൽ ഓഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്നുള്ളതാണ്. കറൻസി ആർബിട്രാജ് ആൻഡ് വേജ് ആർബിട്രാജ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ IT കമ്പനികൾ US ഡോളർ റവന്യൂ കിട്ടുമ്പോൾ അവർക്ക് ചിലവാക്കേണ്ടി വരുന്നത് ഇന്ത്യൻ റുപ്പിയിലാണ്. അവരുടെ കോസ്റ്റ് എന്നുള്ളത് ഇന്ത്യൻ റുപ്പിയിലാണ് എന്നുള്ളതാണ് കറൻസി ആർബിട്രാജിൻ്റെ ഘടകം എന്നുള്ളത്. വേജ് ആർബിട്രാജിൻ്റെ ഘടകം എന്നുള്ളത് കറൻസി ആർബിട്രാജ്, ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഗുണം മാറ്റിവെച്ചാൽ തന്നെ ഇന്ത്യയിലുള്ളത് ചീപ്പ് ലേബറാണ് എന്നുള്ളതാണ്. രണ്ടാമത് ദ സ്കെയിൽ ഓഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വലിയൊരു IT എഞ്ചിനീയർ സമൂഹം, അതിൻ്റെ എണ്ണം, അതിൻ്റെ ചീപ്പ് ലേബർ, അതിന് നൈറ്റ് ഷിഫ്റ്റിൽ പോലും വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് വർക്ക് ചെയ്യുന്ന എക്സ്റ്റൻഡഡ് വർക്കിംഗ് അവേഴ്സ്, ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ കോർ കോമ്പറ്റൻസി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്നുള്ളത് മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു ബിസിനസ് മോഡൽ നമ്മൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ പ്രശ്നം എന്നുള്ളത് അത് ഏറ്റവും വണ്ടറബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2-3 മാസത്തിന് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ച H-1B വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഫീ എന്നുള്ളത് 100,000 ആക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം. ഇന്ത്യയുടെ ബിസിനസ് മോഡൽ, IT ബിസിനസ് മോഡലിനെ പൂർണ്ണമായും ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്. അതിൻ്റെ കാരണം എന്നുള്ളത് ഈ നേരത്തെ പറഞ്ഞ ഡിപ്പെൻഡൻസിയാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് ചൈന പോലുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഒരു 2000 മുമ്പ് വരെ വലിയ രീതിയിലുള്ള ചീപ്പ് ലേബർ ആയിരുന്നു ചൈനയുടെ കോർ കോമ്പറ്റൻസി എങ്കിൽ 2000 കഴിഞ്ഞ് 2025 എത്തുമ്പോൾ ചൈന അവരുടെ വേജ് ഇൻക്രീസ് ചെയ്തത് ഏകദേശം 10 ടൈംസ് ആണ്. ഇന്ത്യയുടെ വേജ് എന്നുള്ളത് ഇപ്പോഴും സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. IT കമ്പനികളിൽ പോലും അത് ഇപ്പോഴും സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് നിങ്ങൾ ഈ സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ ഇഫ് യു ആർ നോട്ട് ഓൺ ദ ടേബിൾ ദെൻ യു ആർ ഓൺ ദ മെനു എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ നിയമം എന്നുള്ളത്. നിങ്ങളൊരു മേശയല്ലെങ്കിൽ നിങ്ങൾ മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണമായി മാറുന്ന സിസ്റ്റമാണിത്. അതായത് ഇതൊരു സീറോ സം ഗെയിമാണ്. ഇവിടെ ആരെ പിടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.